ആ ഒരാൾ നിങ്ങളോട് മിണ്ടിയോ? അതന്നെ ആ ഒരാളെ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ശരി, ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളോട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുമ്പോഴും നമുക്ക് എന്താ പറയുക, നല്ല ജോലിയുണ്ട്, നല്ല വെൽ സെറ്റിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂട്ടുകൂടാനും മിണ്ടാനും കമ്പനി കൂടാനൊക്കെ വരും. ഇതൊക്കെ നമുക്ക് കുറഞ്ഞു വരികയാണ്. നമുക്ക് ഒരിക്കലും കപ്പാസിറ്റിയും പവർ ഇല്ല. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ പോരാത്തതിന് നല്ലൊരു ജോലിയില്ല, പോരാത്തതിന് ഇപ്പം നമുക്ക് നല്ല കടങ്ങളൊക്കെ വന്ന് കുറച്ച് ടൈറ്റായി നിൽക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കി പിൻവലിയുന്ന കുറച്ച് പേരുണ്ട്. പോരാത്തതിന് വേറെ ആരൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളോട് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും. അവരെ കാര്യം തന്നെയാ പറഞ്ഞത്. അവരെങ്ങനെ മിണ്ടാൻ വന്നു? അവരെങ്ങനെ മിണ്ടാൻ വന്നാലുണ്ടല്ലോ, ഒന്നും നോക്കണ്ട ഗൈസ്, ഒരു വടിയെടുത്തങ്ങൾ അടിച്ചു കൊടുപ്പിച്ചോളണം. നമ്മളെ കൂടെ സന്തോഷത്തിലും സങ്കടത്തിലും നിൽക്കുന്നവരെ മാത്രം നമുക്ക് മതി. അല്ലാതെ വേറെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി മിണ്ടാനും വേറെ ആരെങ്കിലുമൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ നമ്മളോട് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന സൗഹൃദം കൂട്ടും കുടുംബമൊക്കെ എന്തിനാ നമുക്ക്? നമ്മളെ ഇഷ്ടമാണ്, നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ ആരെയും നോക്കാതെ അവർ നമ്മളെ കൂടെ തന്നെ മിണ്ടും, നമ്മളടുത്ത് തന്നെ വരും. നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ? നമുക്ക് അവർ ഇമ്പോർട്ടൻസ് ആണോ? അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അവരെങ്ങനെയാണോ കാണുന്നത് അതിനനുസരിച്ച് അവർ നമുക്ക് തിരിച്ച് ബന്ധം തരുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും തിരിച്ച് അതേപോലെ പെരുമാറുക. അല്ലാതെ വേറെ ആരൊക്കെയോ ബോധ്യപ്പെടുത്താൻ, വേറെ ആരൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളോട് വല്ലപ്പോഴൊക്കെ വന്ന് മിണ്ടി വല്ലപ്പോഴൊക്കെ ചിരിച്ച് പിന്നെ ഒട്ടും തന്നെ സൗഹൃദം കൂടാതെ ആ മറ്റുള്ളവരുടെ ഒപ്പത്തിനൊപ്പം വരുന്ന ഈ ബന്ധങ്ങളെ നമ്മൾ ഫുള്ളായിട്ടങ്ങ് കളഞ്ഞേക്കണം. നോക്കിക്കൊണ്ട് പണം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ പിന്നാലെ വാലാട്ടി ഇങ്ങനെ വരും, നായ്ക്കളൊക്കെ വരുന്ന പോലെ. അപ്പോഴും നമ്മൾ കല്ലെടുത്ത് ഓടിച്ചോണോട്ടോ ആ ഒരാൾ വരുമ്പോൾ.